അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഞങ്ങളെ ഫാമിലി ട്രിപ്പ് ഞങ്ങൾ പോവുകയാണ്. ട്രിപ്പ് വേറെ എങ്ങോട്ടല്ല, മൂകാംബികയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിതാ ട്രാവലറിലാണ് പോണത്, ട്രെയിനിലും ബസ്സിലൊന്നും അല്ല. ഞങ്ങളൊരു 8:30 ആയപ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പുലർച്ചെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്താമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ രാത്രി യാത്ര തിരിച്ചത്. പോകുന്ന വഴിക്ക് എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല ആഘോഷത്തിൽ തന്നെ. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ട്രെയിനൊക്കെ പോകാമെന്നായിരുന്നു. പക്ഷേ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ആകുമ്പോൾ ട്രെയിനിൽ കയറി പിന്നെ ബസ്സൊക്കെ പിടിച്ച് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രാവലർ എടുത്തത്. മൂകാംബിക മാത്രമല്ല, കുടച്ചാത്രി, മുരുടേശ്വരം, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം, ഈ സ്ഥലങ്ങളിലൊക്കെ പോകാനും പ്ലാൻ ഉണ്ട് കേട്ടോ. എല്ലാവരും പറയില്ലേ ഈ രാത്രി യാത്ര ഭയങ്കര ഡേഞ്ചറാണെന്ന്. അത് ശരിയാട്ടോ. രാത്രി ഇങ്ങനെ ഉറക്കമൊഴിച്ച് യാത്ര ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അനിയൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു കേട്ടോ വണ്ടി, അതുകൊണ്ട് തന്നെ അവനെല്ലാം പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ മാറി മാറി ഇരുന്ന് സംസാരിച്ച് സമയം പോകും. പിന്നെ അന്ന് ക്ഷീണം വരുമ്പോൾ ഇടയ്ക്ക് നിന്ന് നിർത്തി കട്ടനൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ രാവിലോട് കൂടി അവിടെ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ടുണ്ട്. മെയിൻ റോഡ് കഴിഞ്ഞ് മൂകാംബികയിലേക്കുള്ള റോഡിലേക്കാണ് തിരിഞ്ഞാൽ പിന്നെ മുഴുവൻ കാടാണേ. അവിടെ ചില സ്ഥലങ്ങളിൽ കടുവ ഇറങ്ങുന്ന സ്ഥലമാണ്, മാന ഇറങ്ങുന്ന സ്ഥലമാണ്, കാട്ടുപോത്ത് ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 8 മണിയോട് കൂടി ഞങ്ങൾ മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്. അവിടെ പോയി ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഫ്രഷായി നേരെ പിന്നെ അമ്പലത്തിലേക്ക് തിരിച്ചു. അമ്പലത്തിലായാലും അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വരിയിലൊക്കെ നിന്നു. ഞങ്ങളവിടെ ചെന്ന സമയത്ത് എന്തോ പൂജേൻ്റെ ടൈമായിരുന്നു, അവിടെ നട അടച്ചിട്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം വരിയിലൊക്കെ നിന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നെയ്വിളക്ക് കത്തിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മക്കളെ ഒന്ന് അരിയിൽ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. 2 ആളും മുന്നേ അരിയിലൊക്കെ എഴുതിയതാട്ടോ. എന്നാലും നമുക്കൊരു സംതൃപ്തിയാണല്ലോ അവിടെ വരെ പോയിട്ട് നമുക്കൊന്ന് അരിയിൽ എഴുതിക്കാന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. പിന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്ക് പോയി. ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ടോ ചെയ്തത്. പുറമേ നിന്ന് അങ്ങനെ ഫുഡൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കേട്ടോ, ചപ്പാത്തി റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിക്കായിരുന്നു. അത് പിന്നെ ചൂടാക്കിയിട്ട് ജാമും പീനട്ട് ബട്ടറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടാണ് കുട്ടികൾ കഴിച്ചത്. പിന്നെ ബ്രെഡും ഉണ്ടായിരുന്നു കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെയാണ് എല്ലാവരും കഴിച്ചത്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുടജാത്രയിലേക്ക് പോവുകയാണ്. മൂകാംബികയിൽ വന്നാൽ മിസ്സാക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കുടജാത്ര യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7000 അടി ഉയരത്തിലായിട്ട് നമ്മൾ പോകുന്ന കുടജാത്രയിലെ സർവജ്ഞപീഠം സ്ഥിതി ചെയ്യുന്നത്. 1.5 മണിക്കൂറോളമുള്ള ജീപ്പിലെ യാത്രയ്ക്ക് ശേഷം 2 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ട് വേണം കേട്ടോ അവിടെ എത്താൻ. ജീപ്പിലെ യാത്രയ്ക്ക് ഒരാൾക്ക് 470 രൂപയാണ് ചാർജ് ആക്കുന്നത്. കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ജംഗ്ഷനിൽ അവർ നിർത്തും. ഒരു 5 മിനിറ്റ് നിർത്തത്തേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങാനോ എന്തെങ്കിലും ടൈമായിരിക്കും അത്. ഈ ട്രക്കിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജീപ്പിലുള്ള ഈ ഓട്ടം തന്നെയാണ്. ഭയങ്കര സ്പീഡിലായിരിക്കും അവർ പോകുന്നത്. പിന്നെ ഓഫ് റോഡിലേക്ക് കയറുമ്പോൾ നമുക്ക് 2 കൈയൊന്നും മതിയാവാതെ വരും കേട്ടോ പിടിക്കാനൊക്കെ. നമ്മൾ തെറിച്ച് പോകുന്ന പോലെ ആയിരിക്കും, അത്രയ്ക്ക് സ്പീഡിലായിരിക്കും അവർ പോകുന്നത്. 1/2 മണിക്കൂറിനും കൂടുതലുണ്ട് കേട്ടോ ഈ ഓഫ് റോഡ്.
അങ്ങനെ ഒടുവിൽ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്ന് വേണം നമ്മൾ മുകളിലെത്താൻ. അവിടെയാണ് അറിവിൻ്റെ അവസാന വാക്കായ ശങ്കരാചാര്യ സർവജ്ഞപീഠം ഉള്ളത്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ കുടജാത്രയാത്ര. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയത് ഒരു ഏപ്രിലായിരുന്നു. ആ ടൈമിൽ അവിടെ കുന്നൊക്കെ ഉണങ്ങി കിടക്കുന്ന രീതിയിലായിരുന്നു, പൊടി കാറ്റൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നല്ല പച്ചപ്പാണ്, നല്ല കോട വീഴുന്ന സമയമാണ്. നിമിഷ നേരം കൊണ്ടാണ് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത്. നമുക്ക് നോക്കുമ്പോൾ കോട കൊണ്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ തന്നെ ആയിരിക്കും അവിടുത്തെ വെയിൽ വരുന്നത്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും തോറും കോട കൂടി വരികയാണ്. അവസാനം കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ കോടയായിരുന്നു കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും നമുക്ക് മനസ്സിലാത്ത രീതിയിൽ അത്രയ്ക്കും കോടയായിരുന്നു. മുകളിലെത്തിയപ്പോൾ നമുക്ക് കണ്ണിന് കുളിർമേകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മഞ്ഞിലും കോടയിലും ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന സർവജ്ഞപീഠം. കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്ന് നമ്മളൊരു 5 മിനിറ്റ് നേരമെങ്കിലും അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് നല്ലൊരു സുഖമാണ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് സമയമൊന്നും അവിടെ ഇരിക്കാനുള്ളൊരിത് കിട്ടിയിട്ടില്ല. നമ്മളുടെ ഡ്രൈവർ 1.5 മണിക്കൂറാണ് ടൈം തന്നത്. കാരണം വൈകുന്നേരം ആവാറായിട്ടുണ്ട്. പിന്നെ 6 മണിക്ക് ശേഷം അവിടെ ക്ലോസ് ചെയ്യുന്നോ ഫൈൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 4:30 വരെ ഞങ്ങളുടെ ടൈമുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അധികം നേരം ഇരിക്കാതെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം വൈകുന്നേരം ആവും തോറും കോട കൂടി വരികയാണ്. നമുക്ക് തീരെ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ എന്താണെന്നൊന്നും മനസ്സിലാത്ത രീതിയിൽ കോട കൂടി വരികയാണ്. പിന്നെ അധികം വൈകാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതൊരു വീടും അവർ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലം കൂടെയാണ്. ഇവിടെ നിന്ന് മേലെ നോക്കിയുള്ള വ്യൂ ആണ്. ഇത് അടിപൊളി വ്യൂ ആട്ടോ മേലെ നിന്ന് നോക്കുമ്പോൾ. പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയി നേരെ അമ്പലത്തിലേക്ക് പോയി. ഇനി രാത്രിത്തേക്കുള്ള ഭക്ഷണം അമ്പലത്തിൽ നിന്നിട്ടാണ് കഴിക്കുന്നത്. കഴിവതും പുറമേ നിന്നുള്ള ഭക്ഷണം ഞങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. എക്സ്പെൻസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ സ്വന്തമായിട്ടാണ് പിന്നെ അധികം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ആട്ടോ ഒരു വെയിറ്റിംഗ് ഏരിയ വരുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ മേലെ കയറി സ്റ്റെപ്പ് കയറി അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി പിന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെയാണ് സ്റ്റേ. നാളെ രാവിലെ കുളിച്ച് മാറ്റി ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷം പിന്നെ നേരെ മുരുടേശ്വരത്തേക്കാണ് പോകുന്നത്. മുരുടേശ്വരത്ത് നിന്ന് പിന്നെ നേരെ ഉടുപ്പിയിലേക്കാണ് പോവുക. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ.